ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മാജിക് ഒനിയൻ. നമ്മളൊരു പുതിയ എപ്പിസോഡുമായിട്ട് എത്തിയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടോ യൂസ് ചെയ്യാവുന്ന ഒന്നാണ്. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാവുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയേക്കുന്നത്. അപ്പോൾ അതിന് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് ഈസി ആയിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിൻ്റെ റെസിപ്പീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത് നൂഡിൽസ് എഗ് ബർഗറാണ്. അപ്പോൾ ബർഗറൊക്കെ നമ്മൾ കടയിൽ നിന്ന് പല ടൈപ്പ് കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് നൂഡിൽസ് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് വേറെ വെജിറ്റബിൾസോ വേറെ ഇൻഗ്രീഡിയൻസോ ഒന്നും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. സിമ്പിളായിട്ട് നമുക്ക് നൂഡിൽസും എഗ്ഗും വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ നൂഡിൽസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ എടുത്തേക്കുന്നത് ഇപ്പി നൂഡിൽസാണ്. അതിൻ്റെ ഒരു ഹാഫ് പോർഷനാണ് എടുത്തേക്കുന്നത്. ഒരു 2 ബർഗറിനൊക്കെ ഇത്രയും ധാരാളം മതിയാവും. അപ്പോൾ അതിലേക്ക് നമ്മൾ മസാലപ്പൊടിയും കൂടെ ആഡ് ചെയ്തു. നമ്മുടെ ഇപ്പി മസാല അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് വെന്ത് വന്നോട്ടെ. അപ്പോൾ നൂഡിൽസ് നന്നായിട്ട് വെന്ത് വന്നിട്ട് ഒരു പാത്രത്തിലേക്ക് നമ്മളത് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ എടുക്കുന്നത് ഒരു കോഴിമുട്ടയാണ്. അതിലേക്ക് ഒരു നുള്ള് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് അതിനാവശ്യമുള്ള ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്നത് 2 ബർഗറിൻ്റെ അളവിനുള്ള ഐറ്റംസാണ് നമ്മളിവിടെ ചേർക്കുന്നത്. അടുത്ത അതിലേക്ക് ചെറുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് മുട്ടയിലേക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. ചെറുള്ളിയും പച്ചമുളക്, കറിവേപ്പില, കുരുമുളക് പൊടി, ഉപ്പ്, ഇത്ര ഇൻഗ്രീഡിയൻസ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് മുട്ട സാധാരണ പൊരിച്ചെടുക്കുന്ന പോലെ തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് പൊരിച്ചെടുക്കാം. ഇത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ തന്നെ ചെയ്യാവുന്നതാണ്. ഒത്തിരി മൊരിഞ്ഞു പോകുന്നത് ഇഷ്ടമല്ലാത്തവർക്ക് ഒരു ഹാഫ് കുക്കിൽ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. നല്ലോണം മൊരിഞ്ഞ് എടുക്കുന്നതാണ് ഇഷ്ടം, അങ്ങനെയുള്ളവർക്ക് ആ ഒരു രീതിക്ക് എടുക്കാം. ഞാനിവിടെ നല്ലോണം മൊരിച്ചാണ് എടുക്കുന്നത്. ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് അതിൻ്റെ മറ്റേ സൈഡും കൂടെ അതുപോലെ നല്ലോണം മൊരിച്ചെടുക്കുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഒരു സൈഡ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഞാനത് മറിച്ചിട്ട് മറ്റേ സൈഡും കൂടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ 4 പീസായിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ബർഗറിലേക്ക് അത് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ടൈപ്പിലുള്ള ഒരു ബണ്ണാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് നീളത്തിലുള്ളത് വേണമെങ്കിൽ അങ്ങനത്തെ എടുക്കാം, ഇഷ്ടമുള്ള ടൈപ്പ് എടുക്കാം. നമുക്ക് ഇങ്ങനത്തെയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ടൈപ്പാണ് നമ്മൾ എടുത്തേക്കുന്നത്. സാധാ ബണ്ണായാലും കുഴപ്പമില്ല. ഇത് മധുരമൊന്നുമില്ലാത്ത സാധാ ടൈപ്പ് ബണ്ണാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഉണ്ടെന്നുള്ളൂ. ഇത് നമുക്ക് അതിൻ്റെ സെൻറ്റർ പോർഷന് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് ഒത്തിരി കുക്കിംഗ് ഒന്നും വരാത്ത കാരണം പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്ന റെസിപ്പിയാണ്. പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ അത് കറക്റ്റ് അളവിൽ 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഏറ്റവും അടിയിലത്തെ പോർഷനിൽ കുറച്ച് ടൊമാറ്റോ സോസ് നമുക്ക് കൊടുക്കാം. ഞാനത് വീഡിയോയിൽ വിട്ടുപോയതാണ്. അതിലേക്ക് കുറച്ച് നമ്മളിവിടെ എടുത്തേക്കുന്ന സ്ലൈസ്ഡ് ചീസാണ്, അതും കൂടെ വെച്ച് കൊടുത്തു. ഇനി അതിലേക്ക് നമ്മൾ 4ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ റെസിപ്പി അതിലേക്ക് വെച്ച് കൊടുത്തു. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ നൂഡിൽസും കൂടെ വെച്ച് കൊടുക്കാം. ഒത്തിരി തിക്കായിട്ട് നമ്മൾ വെക്കുന്നില്ല, അത് നമുക്ക് ക്രോസ് ചെയ്യാവുന്ന രീതിക്കാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ മാഗി നൂഡിൽസ് അതിലേക്ക് ആഡ് ചെയ്തേക്കുന്നത്. ഇനി നമ്മുടെ എഗ്ഗ് ഒരു പീസും കൂടെ അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ടോപ്പ് പോർഷനിൽ കൂടെ നമ്മൾ ടൊമാറ്റോ സോസ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ട് ചീസൊക്കെ ഒന്ന് ചെറുതായിട്ട് മെൽറ്റായിട്ട് വരുന്ന രീതിയിൽ ആക്കിയെടുത്തിട്ട് കുക്ക് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ അല്ലെങ്കിൽ നെയ്യ് ഇഷ്ടമുള്ളവർക്ക് ആ ഒരു ഫ്ലേവറോ അല്ലെങ്കിൽ ബട്ടർ ഒന്ന് തടവി കൊടുത്തിട്ട് അത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മൊരിച്ചെടുക്കാം. ബ്രെഡ് 2 സൈഡും മറിച്ചിട്ട് അതൊന്ന് മൊരിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ചീസ് ജസ്റ്റ് ഒന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ടാവും. ആ ഒരു പരുവത്തിലാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. ഇതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള എഗ് നൂഡിൽസ് ബർഗർ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് തന്നെയാണല്ലോ നമ്മൾ പ്രിപ്പയർ ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഈസി ആയിട്ട് തന്നെ റെഡിയാക്കാൻ പറ്റും.
ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് കൂടുതൽ ഇൻഗ്രീഡിയൻസോ വെജിറ്റബിൾസോ എന്ത് വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബർഗർ കുറച്ചുകൂടിയും ടേസ്റ്റി ആയിട്ട് വരും. അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ഫുഡ് എന്ന് പറയുന്ന എഗ് നൂഡിൽസ് ബർഗർ റെഡിയായി. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.